നമ്മളുടെ ഓഫീസിൽ പല കളേഴ്സിലുള്ള പെയിന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വുഡിനാണെങ്കിൽ യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ പല വിൻറ്റേജ് തീം കൊണ്ടുവരാൻ വേണ്ടി പല ടൈപ്പ് ഓഫ് കളേഴ്സും പെയിന്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വോളിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഫോം ആക്കണം, പക്ഷെ അധികം എന്തെങ്കിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങളാവേം വേണ്ട. അപ്പോൾ എന്നാൽ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ പെയിന്റിന്റെ പാട്ട ഞങ്ങൾ ചളക്കിയിട്ട് ആണി അടിച്ച് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും അതിലൊന്നും ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യേണ്ടിയും വരില്ല. അപ്പൊ അത് നമ്മളൊന്നും വെറുതെ കളയണ്ട, വേസ്റ്റ് ആക്കി കളയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വോളില് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ആയിട്ട് വോൾ ഡെക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വോളിൽ കാണുന്ന ഡെക്കോർ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ പഴയ പല ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള തിങ്സ് ഒക്കെയാണ്. ഇതിപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു വിൻറ്റേജ് ഇന്ത്യൻ തീമാണ് നമ്മളുടെ ഓഫീസിന് കളർ സ്കീമായിട്ടൊക്കെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോർത്ത് ഇന്ത്യനിലും രാജസ്ഥാൻ, ജയ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ പണ്ടത്തെ കൊട്ടാരങ്ങളിലും അങ്ങനെയൊക്കെ പാലസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ചെറിയ ചെറിയ ജനലുകളുടെ പാർട്സും എല്ലാം എടുത്ത് നമ്മൾ പെയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു വോൾ ഡെക്കോർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ ഒരു സ്പേസിൽ നിന്ന് ആയിരിക്കുന്നത് എൻ്റെ ക്യാബിനാണ്. ആ ക്യാബിനിലേക്ക് നമുക്ക് അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇതൊരു പണ്ടത്തെ ഒരു പാലസിലുണ്ടായിരുന്ന ഒരു കിളിവാതിൽ എടുത്ത് നമ്മളിങ്ങനെ ആക്കി എടുത്തേക്കാണ്. കുറച്ച് വർക്ക്സ് ഒക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം പറ്റും. അഗെയിൻ ഒരു ക്രിയേറ്റീവ് ഫോമിലുള്ള ഒരു വിൻഡോ, ഒരു പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന പോലത്തെ വിൻഡോ. എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്.